Assalamu alaikum. Welcome to this Pipi Candy. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടർക്കിഷ് cuisine ആണ് ഷിഷ് താവുക്ക്. ഷിഷ് താവുക്ക് ഉണ്ടാക്കാനായിട്ട് മെയിൻ 3 ഇൻഗ്രീഡിയൻസ് ആണ് അത്യാവശ്യം. സാധാരണ ഉണ്ടാക്കുമ്പോൾ ലെമൺ, ഗാർലിക്, യോഗർട്ട്, ഇത് 3 ചിക്കനിൽ ചേർത്ത് സ്ക്യൂവറിൽ വെച്ച് ഗ്രില്ല് ചെയ്യുന്നതിനാണ് ഷിഷ് താവുക്ക് എന്ന് പറയുന്നത്. ഷിഷ് താവുക്കിൻ്റെ അർത്ഥം എന്ന് തന്നെ ചിക്കൻ സ്ക്യൂവേഴ്സ് എന്നാണ് കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഒരു ഇന്ത്യൻ വൽക്കരിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ബാംബൂ സ്ക്യൂവേഴ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചൂട് കൊടുത്താലും അത് കത്തിപ്പോവാതിരിക്കാനാണ്. ഇനി ബോൺലെസ് ചിക്കൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. അതിനകത്തേക്ക് ഞാനിവിടെ മോരാണ് ഒഴിച്ച് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ച് വെച്ചാലും മതി. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. പാലോ തൈരോ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കാം. അതിനകത്തേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ KFCയിലൊക്കെ ചെയ്ത പോലെ തന്നെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അരമണിക്കൂർ നമുക്ക് ചിക്കൻ ഇങ്ങനെ ഈ ഒരു മോരിൽ സോക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനായിട്ട് നമുക്കൊരു മാരിനേഡ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു കളറും കൂടെ കൊടുക്കും. അല്പം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഈ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഗരം മസാല 1 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ അതിനകത്തേക്ക് ഞാൻ കസൂരി മേത്തി കൈകൊണ്ട് പൊടിച്ചത് ഒരു ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ അത് ഒന്ന് ഡ്രെയിൻ ചെയ്യണം. എന്നിട്ട് ഡ്രെയിൻ ചെയ്ത ചിക്കൻ പീസസിലേക്ക് 30 മിനിറ്റിന് ശേഷം ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് മല്ലിയിലയോട് ചേർത്തതിന് ശേഷം നമുക്കൊരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റൊക്കെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. എത്രയും കൂടുതൽ നമ്മൾ ഈ മസാല പിടിക്കാൻ മാറ്റി വയ്ക്കുന്നോ അത്രയും നല്ലതായിരിക്കും. ചിക്കന് നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങും. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 4 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. നല്ല ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേദിവസം ഉണ്ടാക്കി ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ല കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ആഡ് ചെയ്താൽ മതി. ഇത് ക്യാപ്സിക്കവും ടൊമാറ്റോയും ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളർ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അണിയൻ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ക്യാപ്സിക്കവും ടൊമാറ്റോയും മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന സ്ക്യൂവേഴ്സ് ഇല്ലേ, അതിനകത്ത് ഓരോന്നായിട്ട് ആദ്യം ടൊമാറ്റോ, പിന്നെ ചിക്കൻ പീസ്, പിന്നെ ക്യാപ്സിക്കം, അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലെയർ ചെയ്ത് കൊടുക്കാം. സ്ക്യൂവേഴ്സ് അല്ല 1 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി. ഒരുപാട് നേരമൊന്നും ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ സ്ക്യൂവേഴ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് അല്പം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓരോ സ്ക്യൂവറും ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിത് കവർ ചെയ്തിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈവനായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് പനീറും ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് ഇതേ മാരിനേഷനിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ബെൽ പെപ്പറിൻ്റെ, അതായത് ക്യാപ്സിക്കത്തിൻ്റെയും ടൊമാറ്റോയുടെയും ഫ്ലേവർ എല്ലാം ചിക്കനിൽ ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറായിട്ടോ അതായത് ആപ്പറ്റൈസറായിട്ടോ അതല്ലെങ്കിൽ ഒരു മെയിൻ കോഴ്സിൽ പോലും ഇത് ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ മുകളിൽ അല്പം ചാട്ട് മസാല ഇടുന്നുണ്ട്. അതുകൂടാതെ മല്ലിയിലയും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഇടുന്നുണ്ട്.
ആ ചാട്ട് മസാല ഇടുമ്പോഴൊക്കെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ചാട്ട് മസാലയൊന്നും ഒഴിവാക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഇന്ത്യൻ സ്റ്റൈൽ ഷിഷ് താവൂക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തവണത്തെ ഇതായിക്കോട്ടെ നിങ്ങളുടെ സ്പെഷ്യൽ ഡിഷ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും കമൻറ്റും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ. ബൈ.